ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമുക്ക് ലീവ് ഉണ്ടോ? പണിയൊന്നും റൂമത്തിൽ അങ്ങനെ ചടച്ചുകൊണ്ടിരിക്കാണ്ട് പുറത്തു വല്ലതും പോയാൽ അങ്ങനെ എവിടെ പോവാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് റൂമത്തിൽ രണ്ടെണ്ണം ചെന്നൈ ബീച്ച് കണ്ടിട്ടില്ല പറഞ്ഞത്. എന്നാ പിന്നെ ഒരു ബീച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളും ഞങ്ങളും തീരുമാനിച്ചു. ഈ അണ്ടി പോയി അണ്ണാന്മായിരിക്കും ഇവനോട് ബീച്ച് കണ്ടു വെച്ചപ്പോൾ എല്ലാവരും പോകാൻ പണിയെടുത്ത് പോയി നിൽക്കാത്തോണ്ടാണ് ഈ മാസത്തിൽ 30 ഈ നിൽക്കണാണ് ബീച്ച് കാണാത്ത രണ്ടാളത്തെ ഒരുത്തൻ. ഇവന്റെ ഒരുക്കം കണ്ടതിനൊക്കെ ഇതുപോലെ പെണ്ണാ കൊണ്ടുപോകണം. ബീച്ചിൽ നിന്ന് വെയിലുണ്ട് ടാൻ അടിച്ചെന്ന് പറഞ്ഞിട്ട് 3 ലെയർ സൺസ്ക്രീനാണ് ഒറ്റക്ക് കിട്ടണം. അങ്ങനെ എല്ലാവരും റെഡിയോയിലൊക്കെ റൂമിൽ ഇറങ്ങിയപ്പോൾ തന്നെ സമയം നാലേക്കണം. നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ട്രെയിൻ 10 മിനിറ്റ് ഉള്ളൂ. എന്നാ പിന്നെ ട്രെയിൻ വരുമ്പോൾ ചായ കുടിച്ചാൽ ഞങ്ങൾ ചായ അങ്ങനെ തൊള്ളി വിളിച്ചിട്ട് ട്രെയിനിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എപ്പോഴത്തേക്കും പോലെ ഒടുക്കത്തെ തിരക്ക്. എന്തായാലും 2 സ്റ്റോപ്പിന് അമ്മക്ക് ഇരിക്കാൻ സ്ഥലം സീറ്റൊക്കെ കിട്ടി 5 മിനിറ്റ് ഇരുപത്തി ഇവന്റെ ബോധം പോയിക്കണം. വേറെ സീറ്റ് കിട്ടിയിട്ടും വേണ്ടായിട്ട് അപ്പുറത്തിട്ട് സ്നാപ്ചാറ്റ് കയറി യൂട്യൂബ് വരെയാണ്. ആദ്യമായിട്ട് ചെന്നൈ ബീച്ചാണ് ഇതിന്റെ പൊലിവാണെന്നാന്ന് അറിയില്ല. ഇവരെ മൊത്തം പൊലിവേണ്ട പിച്ചാണ് സന്തോഷമായി. രണ്ടാമത്തെ നീ പോക്കണ്ടേ ഒരു അമ്മ ഒറ്റ മക്കളാന്ന് പറയുന്നത് തോന്നി. അങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി സ്റ്റേഷന്റെ പുറത്തെത്തി. അവിടെ ചെന്നപ്പോൾ ഒടുക്കത്തെ ജനക്കൂട്ടം. പൂജ ഹോളീസ് ആയതാണ് എന്താണെന്ന് അറിയില്ല. എവിടെ നോക്കിയാൽ ഒടുക്കത്തെ ക്രൗഡാണ്. അജാവ് തിരക്കിന്റെ ഇവിടെ ബസ്സിൽ പോയി ഞങ്ങൾ ഇന്ന് ബീച്ച് കിട്ടില്ല ഞങ്ങൾക്കറിയാം. അങ്ങനെ മുന്നിൽ കണ്ട ഓട്ടോറിക്ഷക്കും കൈയായിട്ട് ഞങ്ങളായി കയറി. ഈ ചങ്ങയുടെ പോക്കടപ്പോൾ ഞാൻ കരുതി MGR അപ്പുറത്ത് ഇച്ചൊരു സമാജം ഉണ്ടാക്കേണ്ടിയിരുന്നു. അങ്ങനെ തിരക്കും ബ്ലോക്കൊക്കെ ഞങ്ങൾ ബീച്ചിൽ എത്തിയപ്പോൾ എല്ലാവരും ബീച്ചും കണ്ട് തിരിച്ചു പോകാൻ നിർത്തിക്കണം. എന്തായാലും വന്ന സ്ഥിതിക്ക് വെറുതെ മോഡൽ വെച്ചിട്ട് കുറച്ചേരം ഞങ്ങളവിടെ കടലിൽ നോക്കി തിരിയേണ്ടി വന്നു. കുറച്ചേരം ഇച്ച് പൈസ നിർത്തി. അവിടെ കണ്ട് ഉപ്പിലിട്ടത് മുളകിലിട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ കണ്ണിക്കണ്ടെല്ലാം വാങ്ങിത്തന്നു. ഇതെല്ലാം കൂടെ നിന്നപ്പോൾ ഇതിന് വായരെ നിർത്തി. എന്നാ പിന്നെ 2 ചോക്കപ്പാടും കൈക്കാച്ചിട്ട് അതും വാങ്ങി. അങ്ങനെ അതൊക്കെ തിന്ന് കുറച്ച് നോക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെ കാണാൻ ഇപ്പോൾ പോയിച്ചിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഒരു മൂരിക്കുട്ടിനെയും കളിപ്പിച്ചിരിക്കണം. ചോദിച്ചപ്പോൾ പറയുമ്പോൾ എല്ലാവരും എത്ര പോത്തുപോലെ വലുതേക്കുന്നുള്ളൂ. ചെറുക്കപ്പോഴും പൈതലാണ്. കുട്ടികളമാരി ബീച്ചിൽ നിന്ന് മണ്ണോട്ടി കളിച്ചിട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെ ചേട്ടൻ അപ്പം പറയാതോ കൊട്ടാരുണ്ടാക്കാണ്. അങ്ങനെ അരമണിക്കൂർ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെയും പൈസ നിർത്തി. അപ്പോഴാണ് നേരെ മുന്നിൽ ഒരു കടയിൽ ചേച്ചി മീനൊക്കെ മസാല വെച്ചിങ്ങനെ വെക്കുന്നുണ്ട്. എന്നാ പിന്നെ അതൊന്നും അങ്ങനെ ട്രൈ ആക്കാൻ വിചാരിച്ചു. അമ്മ തിന്ന നേരത്ത് കക്കൂസ് ഇറങ്ങാൻ ഒഴിവുണ്ടാവില്ലെന്ന് പേടിച്ചാണ് തിന്നതെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ കുറച്ചേരം കുത്തിണ്ടിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരാൻ വേണ്ടി റോട്ടിൽ വന്നപ്പോൾ അവിടെ നമ്മളെ ഗാന്ധിജിക്കണം. പ്രതിമയാണെങ്കിൽ സെൽഫി എടുക്കാൻ പോയപ്പോൾ ആ ചങ്ങായി കണ്ണുട്ടി കാട്ടുന്നു. അപ്പോഴാണ് ഇച്ച് മനസ്സിലാവുന്നത് പ്രതിമയല്ല ഏതോ ചങ്ങായി പെയിന്റ് അടിച്ചാൽ പോയി നിൽക്കാണ്. ഗാന്ധിജിക്കും ലാൽസലാമും പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരെ പോയി.